നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ലോട്ടറി ടിക്കറ്റ് എടുക്കാറുണ്ടോ? നമ്മളിൽ പലരും ഭാഗ്യം പരീക്ഷിക്കുന്നവരാണ്. എന്നാൽ ചിലർ എപ്പോൾ ടിക്കറ്റ് എടുത്താലും അവർക്ക് ചെറിയ തുകയെങ്കിലും അടിച്ചിരിക്കും. ചിലർക്കാകട്ടെ ജീവിതം മാറ്റിമറിക്കുന്ന വലിയ ബമ്പർ സമ്മാനങ്ങളും അടിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഇത്? ഇങ്ങനെയാണ് നമ്മൾ യോഗം അഥവാ ഭാഗ്യം എന്ന് വിളിക്കുന്നത്. ജ്യോതിഷം പറയുന്നത് ചില പ്രത്യേക നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകൾക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് ഈ ലോട്ടറി ഭാഗ്യം, അതായത് അപ്രതീക്ഷിതമായി പണം കയ്യിൽ വരാനുള്ളൊരു യോഗം ജന്മനാ തന്നെ കൂടുതലായിരിക്കും എന്നാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അങ്ങനെയുള്ള 7 ഭാഗ്യ നക്ഷത്ര ജാതകരെക്കുറിച്ചാണ്. ഒപ്പം ആ നക്ഷത്ര ജാതകർ ലോട്ടറി എടുക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ട ദേവീദേവന്മാർ ആരെല്ലാമാണെന്നും അവരുടെ ഭാഗ്യ നമ്പരും ഭാഗ്യ ദിവസവും ഏതൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് നാളെ പ്രത്യേക പൂജയുണ്ട്. ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. അപ്പോൾ നമുക്ക് ആ ഭാഗ്യശാലികൾ ആരൊക്കെയാണ് എന്ന് നമുക്ക് ഓരോരുത്തരായി പരിശോധിക്കാം. ആദ്യത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. പണത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും ഗ്രഹമായ ശുക്രൻ്റെ അനുഗ്രഹം ധാരാളമുള്ള നക്ഷത്രമാണിത്. അതുകൊണ്ട് തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ പണം കയ്യിൽ വരാൻ ഭരണി നക്ഷത്ര ജാതകർക്ക് യോഗം കൂടുതലാണ്. ഇവരുടെ ഭാഗ്യദേവത സാക്ഷാൽ മഹാലക്ഷ്മിയാണ്. ലോട്ടറി എടുക്കുന്നതിന് മുമ്പ് ഓം മഹാലക്ഷ്മി നമഃ എന്ന മന്ത്രം 108 തവണ ജപിക്കുന്നത് ഭാഗ്യം വർദ്ധിക്കും. നിങ്ങൾ എവിടെയോ ആയിക്കൊള്ളട്ടെ, ഇപ്പോൾ സൗദി അറേബ്യയിലാകാം, ദുബൈയിലാകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്താകാം. പക്ഷേ അവിടെ നിന്ന് നിങ്ങൾ ലോട്ടറി എടുക്കുന്നതിന് മുന്നേ ഒന്ന് പ്രാർത്ഥിച്ചേക്കുക, ഓം മഹാലക്ഷ്മി നമഃ. ഈ ഒരു മന്ത്രം 108 തവണ നിങ്ങൾ മന്ത്രിക്കുകയാണ് എങ്കിൽ തീർച്ചയായും വലിയ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. ഇവരുടെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് 6 ആണ്. 6, 15, 24 തുടങ്ങിയ 6ൽ അവസാനിക്കുന്ന തീയതികളിലോ ആ നമ്പറുകൾ വരുന്ന ടിക്കറ്റുകളോ എടുക്കുന്നത് നല്ലതാണ്. ഭാഗ്യദിനം എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ച് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ലോട്ടറിയൊക്കെ എടുക്കുന്നത് ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കാൻ കാരണമാകും. രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ്. ഐശ്വര്യത്തിൻ്റെ നക്ഷത്രമാണ് രോഹിണി. ചന്ദ്രൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നക്ഷത്രമായതുകൊണ്ട് സമ്പത്തും സന്തോഷവും ഇവരെ തേടി എപ്പോഴും വരും. ഇവർക്ക് ലോട്ടറിയിലൂടെ അല്ലെങ്കിൽ മറ്റൊരു വഴിയിലൂടെ പണം വരാനുള്ള യോഗം എപ്പോഴും ഉണ്ടാകും. പ്രാർത്ഥിക്കേണ്ട ദേവത ശ്രീകൃഷ്ണനെയാണ്. ടിക്കറ്റ് എടുക്കുന്നതിന് മുമ്പ് കൃഷ്ണൻ്റെ മുന്നിൽ ഒരു നെയ്വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് ഫലം തരും. നിങ്ങളുടെ ഭാഗ്യ നമ്പർ 2 ആണ്. അതായത് 2, 11, 20, 29 തുടങ്ങിയ തീയതികളിലോ നമ്പറുകളോ തിരഞ്ഞെടുക്കാം. ഭാഗ്യദിനം എന്ന് പറയുന്നത് തിങ്കളാഴ്ചയാണ്. ഏറ്റവും അധികം ഭാഗ്യം 2, 11, 20, 29 തുടങ്ങിയ തീയതികൾ തന്നെയായിരിക്കും. ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും. ഇവരുടെ ഭാഗ്യ നമ്പർ 2 ആണ്. അപ്പോൾ നമുക്ക് അടുത്ത നക്ഷത്രത്തെ അറിയാം. അത് മറ്റാരുമല്ല, മകം നക്ഷത്രമാണ്. ഇതൊരു രാജകീയമായ നക്ഷത്രമാണ്. മകം നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യം വരുന്നത് പ്രധാനമായും അവരുടെ പൂർവ്വപുണ്യം, അതായത് ഇവരുടെ പണ്ട് ചെയ്ത നല്ല കാര്യങ്ങളുടെ ഫലമായിട്ടാണ്. ഇവർക്ക് കിട്ടിയാൽ അത് വലിയ തുകയായിരിക്കും. കൊച്ചു തുകയൊന്നും ആയിരിക്കില്ല. ലോട്ടറി അടിച്ചവർക്ക് വലിയൊരു തുക തന്നെ കിട്ടും. നിങ്ങൾ പ്രധാനമായും പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളുടെ പിതൃക്കളെയാണ്. അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബത്തിൽ മരിച്ചുപോയവരെ സ്മരിച്ച ശേഷം ടിക്കറ്റ് എടുക്കുക. ഒപ്പം ഗണപതി ഭഗവാനെയും പ്രാർത്ഥിക്കാം. ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് 7 ആണ്. 7, 16, 25 തീയതികളിലോ നമ്പറുകളോ തിരഞ്ഞെടുക്കുക. ഭാഗ്യദിനം എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ച് ഞായറാഴ്ചയാണ്. 4ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂരമാണ്. പൂരം നക്ഷത്ര ജാതകർക്ക് ശുക്രൻ്റെ അനുഗ്രഹം ധാരാളമുണ്ട്. ഇവർക്ക് പണം വരുന്നത് കൂടുതലും ആഡംബരത്തിനും സന്തോഷത്തിനും വേണ്ടിയായിരിക്കും.
ലോട്ടറി എടുത്താൽ ചെറുതല്ലാത്ത തുകകൾ ഇവർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ശിവപാർവതിമാരെയാണ്. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം ടിക്കറ്റ് എടുക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. നിങ്ങളുടെയും ഭാഗ്യ നമ്പർ 6 6, 15, 24 തുടങ്ങിയ തീയതികളിൽ ലോട്ടറിയൊക്കെ എടുക്കുന്നത് ഇവർക്ക് ഭാഗ്യം ഒരുപാട് വന്നു ചേരുവാൻ കാരണമാകും. ഭാഗ്യദിനം എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയാണ്. 5ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചിത്തിര നക്ഷത്രമാണ്. ചൊവ്വയുടെ അനുഗ്രഹമുള്ള നക്ഷത്രമാണിത്. ഇവർക്ക് ലോട്ടറി ഭാഗ്യം വരുന്നത് അപ്രതീക്ഷിതമായിട്ടായിരിക്കും. ഇവർക്ക് ലോട്ടറി അടിച്ചോ എന്ന് മറ്റുള്ളവർ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിരിക്കും ഇവർക്കും ഭാഗ്യം വന്നു ചേരുക. ഇവർക്ക് ലോട്ടറി അടിച്ചോ എന്ന് അത്ഭുതപ്പെട്ടു പോകും. ഇവർ പ്രാർത്ഥിക്കേണ്ടതായ ദേവത നിങ്ങളുടെ ഇഷ്ടമൂർത്തിയായ ഭദ്രകാളിയോ അല്ലെങ്കിൽ സുബ്രഹ്മണ്യനെയോ ആണ്. ചൊവ്വാഴ്ച ദിവസം ഭഗവതി ക്ഷേത്രത്തിൽ ഒരു രക്തപുഷ്പാഞ്ജലി നടത്തിയ ശേഷം ടിക്കറ്റ് എടുക്കുന്നത് ഭാഗ്യം തരും. നിങ്ങളുടെ ഭാഗ്യ നമ്പർ 9 9, 18, 27 തീയതികളിലോ നമ്പറുകളോ തിരഞ്ഞെടുക്കാം. ഭാഗ്യദിനം ചൊവ്വാഴ്ചയാണ്. 6ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ്. സാക്ഷാൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹമുള്ള നക്ഷത്രമാണിത്. ഇവർക്ക് പണം വരുന്നത് സുഹൃത്തുക്കളിലൂടെയോ മറ്റുള്ളവരുടെ സഹായം മൂലമോ ആകാം. പക്ഷേ ലോട്ടറി എടുത്താൽ ഭാഗ്യം വരാൻ സാധ്യത ഏറ്റവും കൂടുതലുള്ളത് അനിഴം നക്ഷത്ര ജാതകർക്കാണ്. പ്രാർത്ഥിക്കേണ്ട ദേവത മഹാലക്ഷ്മിയെ തന്നെയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുക, തീർച്ചയായും നിങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. വെള്ളിയാഴ്ച ദിവസം ലക്ഷ്മി അഷ്ടോത്തരം ജപിച്ച ശേഷം ടിക്കറ്റ് എടുക്കുക. ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരും. നിങ്ങളുടെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് 8 8, 17, 26 തീയതികളിലോ നമ്പറുകളോ തിരഞ്ഞെടുക്കാം. ഭാഗ്യദിനം എന്ന് പറയുന്നത് ശനിയാഴ്ച ദിവസമാണ്. നിങ്ങൾക്കുള്ള ഭാഗ്യ നമ്പരൊക്കെ അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ പേര്, ജനിച്ച തീയതി, ജനിച്ച സമയം, നക്ഷത്രം അറിയിച്ചാൽ വാട്സാപ്പ് മുഖേന നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗ്യ നമ്പർ തരുന്നതാണ്. 7ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂരാടമാണ്. ശുക്രൻ്റെ അനുഗ്രഹമുള്ള മറ്റൊരു ഭാഗ്യ നക്ഷത്രമാണ് പൂരാടം. ലോട്ടറി, ഷെയർ മാർക്കറ്റ് പോലെ അപ്രതീക്ഷിതമായി പണം കിട്ടുന്ന കാര്യങ്ങളിൽ ഇവർക്കെപ്പോഴും ഒരു ഭാഗ്യമുണ്ടാവും. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് മഹാലക്ഷ്മിയെയും ഗണപതിയെയുമാണ്. ഒരു ഗണപതി ഹോമം നടത്തിയ ശേഷം ലോട്ടറി എടുത്താൽ ഭാഗ്യം ഇരട്ടിയാകും. നിങ്ങളുടെ ഭാഗ്യ നമ്പർ 6 6, 15, 24 തീയതികളിലോ നമ്പറുകളോ തിരഞ്ഞെടുക്കാം. ഭാഗ്യദിനം എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ വിശ്വാസമാണ് പ്രധാനം. ഭരണി, രോഹിണി, മകം, പൂരം, ചിത്തിര, അനിഴം, പൂരാടം എന്നീ 7 നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യം മറ്റുള്ളവരെക്കാൾ കൂടുതലാണ്. ഇനി നിങ്ങളുടെ നക്ഷത്രം ഈ ലിസ്റ്റിൽ ഇല്ല എന്ന് കരുതി നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട. ഇതൊരു പൊതുവായ ഫലം മാത്രമാണ്. മൊത്തത്തിലുള്ള ഫലങ്ങൾ അറിയുവാൻ നമുക്ക് നമ്മുടെ വാട്സാപ്പിൽ മെസ്സേജ് ഇടുക. തീർച്ചയായിട്ടും അറിയിച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ജാതകത്തിലെ, സ്വന്തം ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ആർക്ക് വേണമെങ്കിലും ഭാഗ്യം വരാം. എല്ലാത്തിനും ഉപരി ലോട്ടറി എടുക്കുന്നത് ഒരു ഭാഗ്യ പരീക്ഷണം മാത്രമായി കാണുക. അതിൽ അമിതമായി ആവേശം കാണിക്കരുത്. എങ്കിലും നിങ്ങൾ ടിക്കറ്റ് എടുക്കുമ്പോൾ നിങ്ങളുടെ ഭാഗ്യദേവതയും ഭാഗ്യ നമ്പരും ഓർക്കുന്നത് തീർച്ചയായും നിങ്ങളുടെ ഭാഗ്യസാധ്യത വർദ്ധിപ്പിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്ത് നൽകുക. ഇതുപോലുള്ള നല്ല വീഡിയോകൾ ഇനിയും കാണാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ഭാഗ്യം നേരുന്നു. നന്ദി, നമസ്കാരം. ഓം ഘനലക്ഷ്മി